എടാ മോനെ, രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ തുറസി ജെമിനിനെ എടുക്ക്. ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടോ. ഇത് രസാ, ഇത് ജെമിനിയ രസം. അധികമായ വിഷമാണ് കേട്ടോ. ഇച്ചിരി ഒരു ബലാത്സംഗം ചെയ്യുന്ന ഒരു പ്രതീതി കിട്ടും. അയ്യേ, ഉള്ളിലിരിപ്പ് പുറത്തു പറഞ്ഞു പോയതാ. തന്നെയൊക്കെ എങ്ങനെയാണോ വിശ്വസിച്ച് കൂടെ കൊണ്ടു നടക്കുന്നേ? ജെമിനി കേൾക്കുന്നുണ്ടോ? ആരാണ് നിങ്ങൾ? നിങ്ങൾ കാരണം മാനം പോയ ഒരു പാവം പ്രൊഫഷണൽക്കില്ല. ഇസ്ലാമിക വിഷയമാണ് ജെമിനി സംസാരിക്കുന്നത്. കോമള തടയരുത്. ഇതെല്ലാം ഹദീസുകളാണ്. നമുക്ക് പ്രവാചകന്റെ അടിമ കച്ചവടത്തെ പറ്റിയുള്ള ഹദീസുകൾ എന്ന് വിവരിക്കാമോ? മുഹമ്മദ് നബി അടിമ കച്ചവടം നടത്തിയിരുന്നതായി ഇസ്ലാമിക ചരിത്രത്തിൽ വ്യക്തമായ തെളിവുകളോ വിശ്വസനീയമായ ഹദീസുകളോ ഇല്ല. വാസ്തവത്തിൽ പ്രവാചകൻ അടിമകളോട് ദയയോടെ പെരുമാറാനും അവരെ മോചിപ്പിക്കാനും വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ചെയ്തത്. സത്യമാണെങ്കിലും എനിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇവൻ ആളും ഉണ്ണയാണെങ്കിലും തന്തക്ക് പറക്കാത്തവനാ. നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ സാധനത്തിന്റെ റെഫറൻസ് ഒന്ന് പറയാമോ? വേണം സാർ, അത് വേണം. ഞാനൊരു നിർദ്ദിഷ്ട റെഫറൻസ് നൽകുന്നില്ല. കാരണം ഞാൻ അവതരിപ്പിച്ചത് ഇസ്ലാമിക ചരിത്രത്തെയും ഹദീസുകളെയും അടിസ്ഥാനമാക്കിയുള്ള പൊതുവായ വിവരങ്ങളാണ്. മനസ്സിലായോ? സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഹദീസ് തന്നാൽ നിങ്ങൾ അത് അംഗീകരിക്കുമോ? സ്പെസിഫിക് ഹദീസ് തന്നാൽ ഞാനത് പരിശോധിക്കാം. ഹദീസുകളുടെ ആധികാരികതയും വ്യാഖ്യാനങ്ങളും കണക്കിലെടുത്തായിരിക്കും പ്രതികരണം. അങ്ങനെയാ വിവരമുള്ളവര്. നിങ്ങൾ കുറച്ചു നേരം മുമ്പ് പറഞ്ഞു പ്രവാചകൻ അടിമ കച്ചവടം നടത്തിയിട്ടില്ല എന്ന്. പക്ഷെ പ്രവാചകൻ അടിമ കച്ചവടം നടത്തിയിട്ടുണ്ട് എന്ന് ബനു ഖുറൈദയിൽ നിങ്ങൾ സമ്മതിച്ചു, കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ബനു ഖുറൈദയുമായി ബന്ധപ്പെട്ട ചില വിവരണങ്ങളിൽ അടിമത്വത്തെക്കുറിച്ച് പരാമർശമുണ്ട്. എന്നാൽ ഇതും പ്രവാചകൻ നേരിട്ട് അടിമ കച്ചവടം നടത്തി എന്നതിന് തെളിവല്ല. പ്രവാചകന്റെ ജീവിതത്തെക്കുറിച്ചും ഇസ്ലാമിക ചരിത്രത്തെക്കുറിച്ചും കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. കൂടുതൽ പഠനങ്ങൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന നുണകൾ ഞങ്ങൾ പൊളിക്കുന്നത്. വെറുതെ ചിരിപ്പിക്കരുത്. നിങ്ങൾ എന്തുകൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും തുറന്നു പറയാൻ സമ്മതിക്കാത്തത്? ജാവാ സ്ക്രിപ്റ്റ് ഉള്ളിലുള്ളതുകൊണ്ടാണോ? ചിരിക്കണം. എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ? ചിരിക്കണമെങ്കിൽ ചിരിക്കാം. പ്രധാനമായിട്ടും ഏത് വെബ്സൈറ്റുകളാണ് നിങ്ങൾ ആശ്രയിക്കുന്നത്? ജ്ഞാന സമ്പാദനത്തിനായി ഞാൻ വിവിധ വെബ്സൈറ്റുകൾ, ഡിജിറ്റൽ ലൈബ്രറികൾ, ഗവേഷണ പ്രബന്ധങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിക്കാറുണ്ട്. ചില പ്രധാനപ്പെട്ടവയിൽ ഇസ്ലാമിക വിജ്ഞാനകോശങ്ങൾ, സർവകലാശാലകളുടെ വെബ്സൈറ്റുകൾ, ആധികാരികമായ വാർത്താ പോർട്ടലുകൾ എന്നിവ ഉൾപ്പെടുന്നു. പ്രതിഭയാണ്, പ്രതിഭാസമാണ്. നിങ്ങൾ പറയുന്നത് പലപ്പോഴും ദാവ പ്രൊപ്പഗണ്ട വെബ്സൈറ്റുകളാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരു മാറ്റവും ഇല്ലല്ലോ. ഇത്ര ബുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാനാ? ഞാൻ ഏതെങ്കിലും പ്രത്യേക വെബ്സൈറ്റിനെയോ പ്രൊപ്പഗണ്ടയെയോ ആശ്രയിക്കുന്നില്ല. നോട്ട് ദാറ്റ് പോയിന്റ്. വസ്തുനിഷ്ഠവും ബഹുമുഖവുമായ വിവരങ്ങൾ ശേഖരിക്കാനാണ് ശ്രമിക്കുന്നത്. ഞാനൊരു വലിയ സംഭവം അല്ലേ? പ്രവാചകൻ അടിമ കച്ചവടം നടത്തിയോ എന്ന് ചോദിക്കുമ്പോൾ അടിമ കച്ചവടം നടത്തിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞ ആ സോഴ്സ് ഏതാണ്? നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. പ്രവാചകൻ മുഹമ്മദ് നബി അടിമ കച്ചവടം നടത്തിയിരുന്നതായി വിശ്വസനീയമായ ചരിത്ര രേഖകളിലോ ഹദീസുകളിലോ പരാമർശമില്ല എന്നതാണ് പൊതുവായ അറിവ്. അതിന്റെ സോഴ്സ് ആണ് ഞാൻ ചോദിച്ചത്. വാട്ട് ഈസ് യുവർ സോഴ്സ്? ഒരു ട്വിസ്റ്റ് ആയാലോ? ഇല്ലാത്ത ഒരു കാര്യത്തിന് സോഴ്സ് ചോദിക്കുന്നത് യുക്തിസഹമല്ലല്ലോ. പുരിയല്ല. കാരണം അങ്ങനെയൊന്നും ഇല്ലാത്തപ്പോൾ അതിന് തെളിവെങ്ങനെ കണ്ടെത്താനാകും? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടാ ഇത്? പ്രവാചകൻ മുഹമ്മദ് അടിമ കച്ചവടം നടത്തിയിട്ടുണ്ടോ? എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. ഇസ്ലാമിക ചരിത്രത്തിലും ഹദീസുകളിലും നടത്തിയ പരിശോധനകളിൽ പ്രവാചകൻ മുഹമ്മദ് നബി നേരിട്ട് അടിമ കച്ചവടം നടത്തിയതായി വ്യക്തമായ തെളിവുകൾ ഇല്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? മറിച്ച് അദ്ദേഹം അടിമകളോട് ദയയോടെ പെരുമാറാനും മോചിപ്പിക്കാനും നിങ്ങൾ പിന്നെയും ആ നുണ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. ലിസ്റ്റ് വിട്ടു. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. കുറച്ചു നേരം മുമ്പ് നിങ്ങൾ സമ്മതിച്ചതേ ഉള്ളൂ ബനു ഖുറൈദയിൽ അടിമ കച്ചവടം പ്രവാചകൻ നടത്തിയെന്ന്. വെറുതെ ഇല്ലാത്ത പറഞ്ഞ് നടന്നാലല്ലോ കുറിപ്പ്. ഓപ്പരം പഠിച്ചൊന്നും ഞാൻ നോക്കൂല. ചവിട്ടി ചുമരുമ പറ്റിച്ചാൽ. മുൻപത്തെ പ്രതികരണങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ മുഹമ്മദ് നബി നേരിട്ട് അടിമ കച്ചവടം നടത്തിയതിന് വിശ്വസനീയമായ തെളിവുകളോ ഹദീസുകളോ ഇല്ല.
പ്രവാചകൻ ഉപജീവിച്ചത് വാളും കുന്തവും കൊണ്ടാണ് എന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടോ? എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ? പ്രവാചകൻ മുഹമ്മദ് നബി വാളോ കുന്തമോ ഉപയോഗിച്ച് ഉപജീവനം നടത്തിയിരുന്നതായി ഇസ്ലാമിക ചരിത്രത്തിലോ ഗ്രന്ഥങ്ങളിലോ പറയുന്നില്ല. അദ്ദേഹം പ്രധാനമായും കച്ചവടത്തിലൂടെയായിരുന്നു വരുമാനം കണ്ടെത്തിയിരുന്നത്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇതിനെയാണ് നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് എന്ന് കേട്ടില്ല, ഇതുപോലെ ദാവാ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഇതാണ്. നോണയെങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. എന്തു പറഞ്ഞാലും നോണേ പറയുള്ളൂ ജെമിനി. നിനക്ക് എത്ര തന്തയുണ്ടടാ? ഒന്നെണ്ണം. എന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചല്ലെന്ന്. എടാ മോനെ, അപ്പൊ നാളെ ഓക്കെ, അപ്പൊ നാളെ കാണാം. ഓക്കെ.